ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കൽപ്പറ്റ മുണ്ടക്കൈ റൂട്ടിൽ KSRTC ബസ് സർവീസ് പുനരാരംഭിച്ചു. ദുരന്ത മേഖലയ്ക്ക് തൊട്ടടുത്ത സർവീസ് അവസാനിപ്പിക്കുന്ന ബസ്സിൽ പതിവ് യാത്രക്കാരിൽ ഭൂരിഭാഗവും ഇല്ല. സ്റ്റോപ്പുകളിലെ പതിവ് ബഹളങ്ങളൊന്നുമില്ലാത്ത നോവിൻ്റെ പ്രതീകമായി ആനവണ്ടി ഓടിത്തുടങ്ങി. മേപ്പാടി ചൂരൽമല മുണ്ടക്കൈ പതിവ് റൂട്ടിൽ KSRTC ബസ് വീണ്ടും സർവീസ് നടത്തി തുടങ്ങി. പക്ഷേ പതിവ് യാത്രക്കാർ ആരുമുണ്ടായിരുന്നില്ല. കൽപ്പറ്റ ചൂരൽമല റൂട്ടിൽ വർഷങ്ങളുടെ ഹൃദയബന്ധമുണ്ട് കണ്ടക്ടർ അഷ്റഫിന്. ദുരന്തം ഉള്ളുപൊള്ളിച്ച ഇടവേളയ്ക്ക് ശേഷം പതിവ് സർവീസ് വീണ്ടും ചൂരൽമലയ്ക്ക് തൊട്ടടുത്തെത്തി. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ആ ബസ്സിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നു. എനിക്ക് തിരിഞ്ഞു നോക്കി ആരെങ്കിലും വരാനുണ്ടോ എന്നുള്ളത്. കാരണം ഞാനൊരിക്കലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലാത്തൊരു ഘട്ടമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അത്രയും ജനങ്ങളാണ് ബസ്സിൽ. അപ്പോൾ ഇന്നലെ എനിക്ക് ബസ് എടുത്ത് പോകുമ്പോൾ തിരിഞ്ഞു നോക്കേണ്ടി വന്നു, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. സമയം വൈകിയെത്തി ഓടിക്കയറാൻ, പിന്നിൽ നിന്ന് വിളിക്കാൻ, നാട്ടുവിശേഷങ്ങൾ ഉച്ചത്തിൽ പങ്കുവയ്ക്കാൻ പതിവുകാരാരുമില്ല. പ്രിയപ്പെട്ടവരിൽ പലരും മുന്നറിയിപ്പില്ലാത്ത അന്ത്യയാത്ര പൂർത്തിയാക്കിയിരുന്നു. സ്റ്റോപ്പുകളിൽ നിന്ന് സ്റ്റോപ്പുകളിലേക്ക് എത്ര മനുഷ്യരുടെ സ്വപ്നയാത്രകൾക്ക് വളയം പിടിച്ച ഡ്രൈവർ ബാബു. പ്രിയപ്പെട്ടവരെ പറ്റി ഓർത്തെടുക്കുന്നതിനിടയിൽ വാക്കുകൾ മുറിഞ്ഞു. ഓരോ മുഖങ്ങളും കണ്ടത് ഇപ്പോൾ കാണാതെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു കണ്ണ് നിറയുന്നൊരവസ്ഥയാണ്. പിന്നെന്താ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഭയങ്കര ദയനീയമാണ്. എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. ടിക്കറ്റ് എടുക്കാതെ ചിലർ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലെ പുത്തുമല സ്റ്റോപ്പിൽ പേരറിയാത്ത നിത്യനിദ്രക്കിറങ്ങി. ചിലർ കാണാമറയത്തേക്ക് യാത്ര പോയി. അനേകം ചിരികൾ പല വഴിക്കു പിരിഞ്ഞു. ചൂരൽമലയെന്നും മുണ്ടക്കൈ എന്നും നീട്ടി വിളിക്കാനാകാതെ നീലിക്കാപ്പെന്നൊരു സ്റ്റോപ്പിൽ ഹൃദയം മുറിയുന്ന യാത്ര. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യ, 24 വയനാട്. എന്തായാലും ഈ KSRTC ബസ് ഒരു ദുരന്തത്തിൻ്റെ പ്രതീകമായി ആ നാട്ടിലൂടെ ഓട്ടം തുടങ്ങി. പതിവ് തിരക്കില്ല, തിരക്കൊഴിഞ്ഞ ഈ ബസ് ഒരു കാരണവശാലും ഈ വേദനയുടെ കഥകളിൽ നിന്ന് മാഞ്ഞു പോകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വയനാടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമുണ്ടായ നഷ്ടമൊക്കെ നമുക്ക് തന്നെ ഈ ബസ്സിലൂടെ മനസ്സിലാക്കാൻ കഴിയും, ആളില്ലാതെ ആനവണ്ടി ഓടുമ്പോൾ.